മറ്റൊരു മുഴുനീളം പണം തപ്പിച്ചത് മീനിലും 2 ഫൈറ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഫൈറ്റ് ചെയ്യുന്ന പ്രത്യേക ഷൂവാണ്, നല്ല ടൈപ്പിംഗ് ആണ്. ഇടിയൊന്നും പുറത്ത് കൊള്ളത്തില്ല. അത്യാവശ്യം പുള്ളി നല്ല ടൈപ്പിംഗ് ചെയ്തതാണ്. അന്ന് പുള്ളിയുടെ മരണത്തിന് ആക്സിഡന്റ് ഉണ്ടായി. 6 മണിക്ക് ഇപ്പൊക്കെ മെഡിക്കൽ കോളേജ് കൊണ്ട് അന്ന് തൊട്ട് പുള്ളിയെ റോഡത്തെ ഫൈറ്റ് കയറ്റി വിടുന്ന പറഞ്ഞാൽ കൂടുതലായിരുന്നു. അന്ന് എനിക്ക് കൂടെ വരാൻ പറ്റാതെ പിറ്റേന്ന് എനിക്ക് വർക്കുള്ളൂ, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കയറാൻ പറ്റാതെ. പക്ഷെ കയറ്റി വിടുന്നത് ഞങ്ങൾക്ക് പോകുന്നത് രാവിലെ 6:05 ഫ്ലൈറ്റിലാണ് മദ്രാസിൽ നിന്ന് പോകുന്നത്. അതുവരെ പോകുന്നത് ഞാൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ മരണം എന്ന് പറയുന്നത് ഇപ്പം സ്വാതന്ത്ര്യം പറഞ്ഞതുപോലെ ഈ എന്താ പറയാ കുറച്ച് ആത്മാർത്ഥ ഓടിപ്പോയതാണ് പ്രശ്നം. ഒരു ഹെലികോപ്റ്ററിൽ കൂടി കിടക്കുന്ന ഞങ്ങളുടെ സ്റ്റോപ്പ്. ആ സമയത്ത് ദോസ്താന എന്ന് പറയുന്ന ഹിന്ദി കമ്പനി അമിതാഭ് ഇതുപോലൊരു ഹെലികോപ്റ്ററിന്റെ ലാൻഡിൽ തോൽക്കാൻ പോകുന്ന സീനും. പക്ഷേ അതിനകത്ത് അമിതാഭ് വീഴണമെന്ന് വിചാരിച്ചപ്പോൾ വീഴാൻ ഒക്കില്ല. അത്രയും സേഫ്റ്റി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ സംവിധാനം മലയാളത്തിൽ വന്നിട്ടില്ല. പുള്ളി ഡയറക്റ്റായിട്ട് നാച്ചുറലായിട്ടൊക്കെ തോന്നിയതാണ്. അത് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി ഒരു കാലത്ത് പോകുമ്പോഴൊക്കെ ഹെലികോപ്റ്റർ മുങ്ങി മുമ്പോട്ട് പോകുമ്പോൾ ഫോഴ്സ് കൊള്ളില്ല, നമ്മൾ വീണ്ടുപോകും. പുള്ളിയുടെ സാഹസം നടത്തുന്നേ ഉള്ളൂ. കാര്യം അത് ട്യൂബിനകത്ത് എടുത്തു. അപ്പൊ പുള്ളി തന്നെ പറഞ്ഞു ഞാൻ നേരിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മുടെ സ്റ്റണ്ട് മാസ്റ്റർ പറഞ്ഞു സാർ വേണ്ട സാർ വേണമെന്ന്. അതല്ല ദോസ്താനായിട്ട് അഭിനന്ദിച്ച് ചെയ്യുന്നതാണ് പുള്ളിക്ക് ഒരു ത്രില്ലായി. പക്ഷെ അതിനകത്തുള്ള സേഫ്റ്റി എങ്ങനെ നമ്മൾ ചെയ്യുന്ന ലേതത്തിന്റെ ബെൽറ്റ് കൈകാര്യം കൂടെ വന്ന് അതിനകത്ത് പൊട്ടുന്നുണ്ട്. പുള്ളി കൈ വിട്ടാൽ പോലും വീണില്ല. പുള്ളി എങ്ങനെ പുള്ളി കുറച്ചുകായിട്ട് കയറി പിടിച്ച് പോട്ടെന്ന് പറഞ്ഞു. പക്ഷെ ലിഫ്റ്റ് ചെയ്ത് ഹെലികോപ്റ്റർ പൊങ്ങിയത് പുള്ളിക്ക് പിടി കിട്ടിയത് ഒന്നിലെ ആളില്ല. ഞങ്ങൾക്ക് കാണുന്നുണ്ട് ഹെലികോപ്റ്റർ 1.5 പിടി കിട്ടിയുള്ളൂ. അപ്പോഴത്തേക്കും ചരിഞ്ഞ് പോയത് പ്ലേറ്റ് ഒന്ന് തറ കഴിച്ചു. ഈ ഹെലികോപ്റ്റർ പ്ലേറ്റ് 24 രൂപ ചരിഞ്ഞ് അതൊന്ന് തറ കഴിച്ചു. അൺബാലൻസ് ആ അൺബാലൻസ് ആ ഇടിയുടെ സ്പോർട്സില് ബാലൻസ് തറ വീണു. ഇദ്ദേഹം വീണു. അപ്പോൾ ഒരു 8 അടി പൊക്കേ ഉള്ളൂ. വീഴുന്നത് 8 അടി പൊക്കത്തിൽ നിന്നാണ് വീഴുന്നത്. പക്ഷെ കോൺക്രീറ്റ് തറയാണ്. ഇതല്ലേ റൺവേയുടെ തറയിച്ച കോൺക്രീറ്റ്. ആ 8 അടി പൊക്കത്താണ് കൂടി വീണത്. ബാക്ക് വന്നത് ഒറ്റ പൊട്ടലേ ഉള്ളൂ. ബാക്ക് മാത്രമേ പൊട്ടലുണ്ട്. അപ്പോ ഒരു 1.5 മണിക്കൂറിനകത്ത് മദ്രാസ് ഞങ്ങൾ പോലെ വന്നു. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയത് ജിയോ ഫിലിംസ് ഓഫീസറെ ഞങ്ങൾ അസംബ്ലി ചെയ്തു. അപ്പോഴത്തേക്ക് 1.5 മണിക്കൂറിനകത്ത് കോളി മെഡിക്കൽ കോളേജ് വന്നു. ഇപ്പോഴത്തെ ഞങ്ങൾ പോയി. അത് പുള്ളിയൊരു സാഹസം ചെയ്താണ് കുഴപ്പമില്ല. അവളും നമ്മൾ മികച്ച വ്യക്തിയിൽ അവൾ പോലെ നല്ലൊരു ആക്ടറായിരുന്നു. ആ കാലത്ത് ഒരു എന്താ പറയുക ഞങ്ങൾക്കൊരു ഫലമായിരുന്നു. ഇവളും കുറച്ചു കാലത്ത് നമുക്ക് ഇദ്ദേഹത്തിന്റെ സേവനം നമ്മൾ കാണാൻ കഴിഞ്ഞുള്ളൂ. മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യമൊന്നും പുതിയതോട് വലിയ പുതിയ എന്തെങ്കിലും ഞങ്ങൾ പുതിയ വരുന്നതാണ്. പക്ഷെ ഞാൻ കൊല്ലക്കാരാണ് മനസ്സിലാക്കിയ ശേഷം പുള്ളിയോട് വലിയ സ്നേഹമുണ്ട്. എനിക്കറിയാം അത് കാണുമായിരുന്നു. കൊല്ലത്ത് മീൻ വന്നപ്പോഴും പുള്ളി ഏറ്റവും വലിയ ദർഗയെ കാണാൻ പോകാൻ വലിയ സ്നേഹമായിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. എനിക്ക് ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ ഫാൻസ് അസോസിയേഷൻ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പെട്ടെന്ന് പോയിട്ടുള്ളൂ. പക്ഷെ ഇത് കുഴപ്പമില്ല. നല്ല ആൾക്കാരാണ്. ഈ ദിവസം വ്യക്തിപ്പെടുത്തതിൽ വളരെ സന്തോഷം. ഇതിനെ വിജയത്തോടുകൂടി നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.